ഗാസയിൽ വെടിനിർത്തൽ നിർദ്ദേശം തള്ളി ഇസ്രായേൽ. ഗാസയിൽ വെടിനിർത്താനും ബന്ദികളെ മോചിപ്പിക്കാനും തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിരുന്നു. എന്നാൽ വെടിനിർത്തലിനില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഗാസയിൽ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഇപ്പോൾ യുദ്ധം നിർത്തില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് സമ്മർദ്ദത്തിലാണെന്നാണ് നെതന്യാഹു പറയുന്നത്. അതുകൊണ്ടാണ് വെടിനിർത്തലിന് സമ്മതിച്ചതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നു. ഗാസ സിറ്റി പിടിച്ചെടുക്കുമെന്ന ഭയം കൊണ്ടാണ് ഹമാസ് വെടിനിർത്തലിന് തയ്യാറായതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ നേതാക്കളും വെടിനിർത്തലിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഇപ്പോൾ വെടിനിർത്തിയാൽ ഹമാസിനെ പുനഃസംഘടിപ്പിക്കാനും ശക്തി നേടാനും കഴിയുമെന്നാണ് ഇവരുടെ വാദം. എന്നാൽ ഉടൻ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേൽ നഗരങ്ങളിൽ പ്രക്ഷോഭം ശക്തമായി. ഹമാസിൻ്റെ പിടിയിലുള്ള ബന്ദികളുടെ കുടുംബങ്ങളാണ് പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഗാസയിൽ വെടിനിർത്തലിനായി കൊണ്ടുവന്ന പുതിയ കരാർ ഹമാസ് അംഗീകരിച്ചതായി കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് വന്നത്. വാർത്താ ഏജൻസിയായ AFP ആണ് ഇക്കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്തത്. വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഒരു മാറ്റവും ആവശ്യപ്പെടാതെ ഹമാസ് കരാർ അംഗീകരിച്ചെന്നും ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചതായി AFPയുടെ റിപ്പോർട്ടിൽ പറഞ്ഞു. ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ ചർച്ചകൾ നടത്തിയത്. കഴിഞ്ഞ 22 മാസത്തിലേറെയായി ഗസയിൽ സംഘർഷം തുടരുന്നു. 60 ദിവസത്തെ പ്രാരംഭ വെടിനിർത്തലാണ് കരാറിൻ്റെ ആദ്യഘട്ടം. തുടർന്ന് 2 ഘട്ടങ്ങളിലായി ബന്ദികളെ മോചിപ്പിക്കുമെന്നും AFP റിപ്പോർട്ടിൽ പറഞ്ഞു. 60 ദിവസത്തെ വെടിനിർത്തലിനും തുടർന്ന് ഹമാസ് തടവിലാക്കിയ 10 ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ഈജിപ്ത് ഖത്തർ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായി ദി നാഷണലും പിന്നീട് റിപ്പോർട്ട് ചെയ്തു. തടവിലായിരിക്കെ മരിച്ച 18 ബന്ദികളുടെ ഭൗതികാവശിഷ്ടങ്ങളും കൈമാറാൻ ഹമാസ് സമ്മതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. ഹമാസ് കീഴടങ്ങില്ല, പകരം ആയുധങ്ങൾ ഉപേക്ഷിക്കും. രാജ്യാന്തര മേൽനോട്ടത്തിൽ ഈ ആയുധങ്ങൾ സൂക്ഷിക്കും. ഒപ്പം UN മേൽനോട്ടത്തിൽ ഗാസയിൽ ഒരു അറബ് സേനയെ വിന്യസിക്കാനും ഹമാസ് സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതിനിടെ ഗാസയിൽ നിർണായക നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നതായി റിപ്പോർട്ട് വന്നു. തെക്കൻ ഗാസയിലെ പലസ്തീനികളെ കുടിയൊഴിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുടിയൊഴിപ്പിക്കുന്നവരെ തെക്കൻ ഗാസയിൽ താൽക്കാലിക ടെന്റുകൾ നൽകി താമസിപ്പിക്കുമെന്നും സൈന്യം അറിയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ച ഗസ കീഴടക്കൽ പദ്ധതിയുടെ മുന്നൊരുക്കമാണിതെന്നാണ് വിലയിരുത്തൽ. ഗസ സിറ്റിയിൽ നിന്നുൾപ്പെടെ പലസ്തീനികളെ തെക്കൻ ഗാസയിലേക്ക് നിർബന്ധിതമായി മാറ്റാനുള്ള പദ്ധതിയുടെ തുടക്കം ആരംഭിച്ചതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അറിയിച്ചിരുന്നു. ഇങ്ങനെ മാറ്റി താമസിപ്പിക്കുന്ന പലസ്തീനികൾക്ക് താൽക്കാലിക ടെന്റുകളും മറ്റും വിതരണം ചെയ്യുമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. തെക്കൻ ഗസയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കും പിന്നീട് ഗസയ്ക്ക് പുറത്തേക്കും പലസ്തീനികളെ പുറന്തള്ളുന്ന സൈനിക പദ്ധതിയാണെന്ന വിമർശനമാണ് ഉയർന്നത്.